കഥാരചന എന്ന് പറയുന്നത് റാം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ലാലേട്ടനോട് ആ കഥ പറയുന്നത്. അപ്പൊ തന്നെ അഡ്വാൻസ് കൊടുക്കുന്നു. ശാന്തിയെ അവതാരകയായി അറിയാം, അഭിനേത്രിയായിട്ടൊക്കെ അറിയാം. എഴുതാൻ പറ്റും എന്ന് ശാന്തിക്ക് തോന്നിയത് എപ്പോഴാണ് ശാന്തി? ഈ എഴുത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും എനിക്ക് വാക്കുകൾ നമ്മൾ പറയില്ല നിർഗളമായിട്ട് വന്നു. അതൊന്നും അല്ല, വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാതെ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ മലയാളം എഴുതുമ്പോൾ ആ ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഓർത്തത് പണ്ട് നേരത്തെ ഈ പറഞ്ഞ പോലെ ഫോണിൻ പ്രോഗ്രാംസിനൊക്കെ മുന്നേ ഫുൾ ടിക്കറ്റ് ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രോഗ്രാംസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഹരി പി നായർ, ഹരിയേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഹരിയേട്ടൻ അന്ന് എന്നെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ വായിച്ച് ഹൃദയസ്ഥമാക്കിയ സ്ക്രിപ്റ്റുകളിലൂടെയാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇവർ രണ്ടുപേരോടും സ്നേഹമാണ് എപ്പോഴും ഉള്ളത്. അതെല്ലാം ചില നിമിത്തങ്ങൾ മാത്രമാണ്. ആരുടെയും ജീവിതയാത്രയിൽ നമ്മൾ ആർക്കും ഒരു ക്രെഡിറ്റുകളും ഒന്നും തന്നെ ഇല്ല. അത് അവരുടെ ഒരു പ്രതിഭയുടെ കഴിവുകൊണ്ട് തന്നെ എത്തുന്നതാണ്. എന്നാൽ ഗാനഗന്ധർവനിലെ മമ്മൂക്കയെ കോടതിയിൽ നിന്ന് ഇറക്കുന്നു, അവിടെ നിന്നും വിജയിയെ ലിയോയിൽ കോടതിയിൽ നിന്ന് ഇറക്കുന്നു, ലാലേട്ടന് കേസ് കൊണ്ട് കൊടുക്കുന്നു. ഈ വലിയ വലിയ സ്റ്റാർ ചിത്രങ്ങളിലേക്കെല്ലാം ടക്കെ എന്ന് പറഞ്ഞ് പോവുകയാണ്. അത് ശാന്തിയെ പരിചയപ്പെടുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആ പൊട്ടൻഷ്യൽ മനസ്സിലാവും. നമ്മളങ്ങനെ വെറുതെ ഒരു ആഗ്രഹ സിനിമാക്കാരിയല്ല. സിനിമ ശാന്തിയെ തേടിയാണ് പോയത്. ശാന്തി സിനിമ തേടി എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെന്നോ പോയിട്ടുണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ജിത്തു ജോസഫ് സാർ, അദ്ദേഹത്തിന്റെ ഒരു വലിയ പിന്തുണ ശാന്തിക്കുണ്ട്. ലാലേട്ടന്റെ വലിയ പിന്തുണയുണ്ട്. ആന്റണി ചേട്ടന്റെ വലിയ പിന്തുണയുണ്ട്. ലിൻഡ, ജിത്തു ചേട്ടന്റെ ഭാര്യ, ഇവരെല്ലാമായിട്ടുള്ള ഒരു വലിയ പിന്തുണയുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള പിന്തുണകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപാട് പേരെ പിന്തുണയ്ക്കാനും മുന്നിലേക്ക് പോകാനും ശാന്തിക്കാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4-ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ ഓൺലൈനിൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.